വെൽക്കം ടു ഫുഡ് ടാഗ്. ചില സമയത്ത് ഇഡ്ഡലി ദോശയ്ക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് ഉപകാരപ്പെടുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി പൊടിയായിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കുക. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല അരയ്ക്കുക ഒന്നും വേണ്ട കേട്ടോ. ഇതുണ്ടാക്കാനായിട്ടോ 1-2 മിനിറ്റ് മതി. അത്രയ്ക്ക് എളുപ്പമാണ്. പിന്നെ ഇത് സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇഷ്ടമാവും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കണേ മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ നന്നായിട്ട് ചൂടാക്കിയ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. വീണ്ടും മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്തിട്ട് ഫൈനലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർക്കാം കേട്ടോ. എനിക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ചേർക്കണില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇഡ്ഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ട്രാവൽ ചെയ്യണ സമയത്ത് പോലും നമുക്ക് ഇഡ്ഡലി ദോശയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കൊണ്ടുപോവാം. ആ സമയത്ത് നിങ്ങൾ കുറച്ച് തൈര് കൂടുതലെടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. എനിക്കിത് ആദ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇഷ്ടമായി. അപ്പോൾ ഇഡ്ഡലിപ്പൊടിയൊക്കെ ഇല്ലാത്ത നേരത്ത് ഇപ്പോൾ ഇതാണ് സൈഡ് ഡിഷായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട തിന്നദോശയ്ക്ക് ഞാനിത് സൈഡ് ഡിഷായിട്ട് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ തൈര് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒട്ടും എരിവ് പറ്റാത്തവർ ഇത് ഉണ്ടാക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് കുറച്ച് സ്പൈസി ആണല്ലോ, വേറൊന്നും നമ്മളിതിൽ ചേർക്കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.